ഹലോ, ഇറ്റ്സ് മൈ ഡ്രീം ബൈ താത്താക്കുട്ടിയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നമ്മളെല്ലാവരും കേട്ടാണല്ലേ ഗ്രാമീൺ ടെക് സേവക ഓൺലൈൻ എൻഗേജ്മെന്റ് ഷെഡ്യൂൾ ജൂലൈ 2024 വന്നിട്ടുണ്ട്. അതായത് പരീക്ഷ ഒന്നും തന്നെ ഇല്ലാതെ പറയാം 10ാം ക്ലാസ് യോഗ്യതയിൽ പോസ്റ്റ് ഓഫീസിൽ ജോലി നേടാമെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടാണ്. അപ്പോൾ അതിന്റെ വീഡിയോ ആണ് ഇന്നത്തെ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, ആരൊക്കെ അപ്ലൈ ചെയ്യണം, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കേൾക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 15/7/2024 മുതൽ 5/8/2024 വരെയാണ്. ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 5 വരെ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതിനുശേഷം എന്തെങ്കിലും എഡിറ്റോ കറക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ വിൻഡോ ഓപ്പൺ ആകുന്നത് 6/8/2024 മുതൽ 8/8/2024 വരെയാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ എല്ലാം കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക, തെറ്റുകളൊന്നും വരുത്താതെ. പിന്നെ നമുക്ക് ജോബിന്റെ പ്രൊഫൈൽ വരുന്നത് മൂന്ന് ഡിവിഷനിലേക്കാണ് ഇപ്പോൾ ജോബിന്റെ വന്നിട്ടുള്ളത്. ഒന്ന് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, 2 അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, 3 എന്ന് പറയുന്നത് ഡക് സേവകം. അപ്പൊ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന്റെ ജോലിയായിട്ട് വരുന്നത് ഡേ ടു ഡേ പോസ്റ്റ് സർവീസ് കൊടുക്കുക, ഓപ്പറേഷൻസ്, കസ്റ്റമർ സർവീസ്, മാർക്കറ്റിംഗ്, ഇതൊക്കെയാണ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററുടെ അണ്ടറിൽ വരുന്ന ജോലികൾ എന്ന് പറയുന്നത്. അടുത്തതാണ് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ. അദ്ദേഹത്തിന്റെ രീതിയിൽ വരുന്നത് സെയിൽ ഓഫ് സ്റ്റാമ്പ്, സ്റ്റേഷനറി, ഡെലിവറി ഓഫ് മെയിൽ അറ്റ് ഡോർ സ്റ്റെപ്പ്, നമ്മുടെ വീട്ടിൽ വിതരണം ചെയ്യുക, അതൊക്കെയാണ് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിൽ വരുന്നത്. അടുത്തതാണ് ഡക് സേവക്. ഡക് സേവകിന്റെ ആയാലും സെയിലിംഗ് ഓഫ് സ്റ്റാമ്പും സ്റ്റേഷനറി ഒക്കെയാണ്. അതേപോലെ തന്നെ ഡെലിവറി, പിന്നെ അസിസ്റ്റ് ചെയ്യുക, പോസ്റ്റ് മാസ്റ്റേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഡക് സേവകിന്റെ ജോലിയായിട്ട് വരുന്നത്. അപ്പം എല്ലാവരും കൊടുക്കുമ്പോൾ നമ്മുടെ അടുത്തായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇവരുടെ സാലറി അലവൻസ് വരുന്നത്, അതായത് BPM ആണെങ്കിൽ, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ 12,000 മുതൽ 29,380 വരെയാണ് സാലറി അലവൻസ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി ABPM ഡക് സേവകോ ആണെങ്കിൽ 10,000 മുതൽ 22,470 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. മിനിമം നമ്മൾ 4 മണിക്കൂറെങ്കിലും ജോലി ചെയ്യണം. ജോലി ചെയ്യുന്നതിന്റെ സമയക്രമം അനുസരിച്ചായിരിക്കും നമുക്ക് സാലറി വരുന്നത്. മിനിമം ഏജ് പറയുന്നത് 18 വയസ്സ് തൊട്ടാണ് കേട്ടോ. 18 വയസ്സ് മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം ഏജ് എന്ന് പറയുന്നത് 40 വയസ്സാണ്. ഇനി ചില കാസ്റ്റിന് നമുക്ക് ഏജ് റിലാക്സേഷൻ പറയുന്നുണ്ട്. അത് SC ST ആണെങ്കിൽ 5 വർഷത്തെ കാലാവധി ഇളവുണ്ട് വയസ്സിന്. OBC ആണെങ്കിൽ 3 വർഷമുണ്ട്. EWS ആണെങ്കിൽ നോ റിലാക്സേഷൻ ആണ് ഏജ്, അവർക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി PWD ആണെങ്കിൽ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ ഉള്ളവരാണെങ്കിൽ 10 വയസ്സ് വരെ അവർ ഇളവ് കൊടുക്കുന്നുണ്ട്. ഇനി PWD പ്ലസ് OBC, PWD ആണ് OBC കാറ്റഗറിയും ഉൾപ്പെടുന്നതാണെങ്കിൽ 13 വർഷത്തെ ഇളവ് കൊടുക്കുന്നുണ്ട്. ഇനി PWD അല്ലെങ്കിൽ SC ST കാറ്റഗറി രണ്ടിലും പെട്ടതാണെങ്കിൽ അവർക്ക് 15 വർഷത്തെ ഇളവും അവർ കൊടുക്കുന്നുണ്ട്. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ 10ാം ക്ലാസ് പാസ് ആയിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് ലോക്കൽ ലാംഗ്വേജ്, ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ മലയാളം ലോക്കൽ ലാംഗ്വേജ് ആണ്, അത് അറിഞ്ഞിരിക്കണം. പിന്നെ അതിന്റെ കൂടെ തന്നെ അതർ ക്വാളിഫിക്കേഷൻസ് അവർ പറയുന്നുണ്ട്. അതായത് കമ്പ്യൂട്ടറിൽ ചെറിയ നോളജ്, ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് വേണം. ബേസിക് ആയിട്ട്, അതായത് അടിസ്ഥാനമായിട്ടുള്ള കമ്പ്യൂട്ടറിൽ കുറച്ച് അറിവ് വേണം. സൈക്ലിങ്ങിൽ നോളജ് വേണം. സൈക്കിൾ ചവിട്ടാൻ അറിയണം. പിന്നെ അഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, അത് നമ്മളിപ്പോൾ പറയുന്നില്ല, ചിലപ്പോൾ ജോലിയുള്ളവർ കാണും, ജോലി ഇല്ലാത്തവർ കാണും. അപ്പൊ എല്ലാവർക്കും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ അടുത്തത് റിസർവേഷൻ കാറ്റഗറിയാണ്. റിസർവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാമില്ലേ, ചിലപ്പം നോൺ ക്രിമിനൽ OBC ഉള്ളവർ കാണും, EWS, അതേപോലെ തന്നെ അല്ലാതെ SC ST, ഇവർക്കൊക്കെ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സ്, അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യണം. അപ്പൊ അതൊക്കെ നമ്മൾ കരുതി വെച്ചിരുന്നാൽ മതി. പിന്നീട് നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ മാത്രമായിരിക്കും അത് നമ്മളിപ്പോൾ കൊടുക്കേണ്ട, അന്നേരം മാത്രമായിരിക്കും നമുക്കത് ആവശ്യം വരുന്നത്. പിന്നെ നമ്മുടെ ഈ PWD കാറ്റഗറി പറഞ്ഞു, അവർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിന് കുറച്ച് കണ്ടീഷൻസ് കൂടിയുണ്ട്. അതിൽ PW കാറ്റഗറിയിൽ വരുമ്പോൾ തന്നെ നമുക്ക് BPM-നോ ABPM-നോ ഒക്കെ നമുക്ക് ഡക് സേവകനും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. അതായത് ലോ വിഷൻ, ഡെഫ്, ഹാർഡ് ഹിയറിങ്. ലോ വിഷൻ എന്ന് പറയുമ്പോൾ കാഴ്ച കുറവുള്ളവർ, ചെവി കേൾക്കാൻ പറ്റാത്തവർ, നല്ല രീതിയിൽ കേൾവിക്കുറവുള്ളവർ, ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് ഇതിലേതെങ്കിലും കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഒരു കാറ്റഗറിയിലേക്ക് മാത്രമല്ല, ഒരുപാട് കാറ്റഗറിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഓൺലൈൻ ആയിട്ടായിരിക്കും. നമുക്ക് ഓൺലൈനായിട്ട് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സെന്ററിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ ഫോണിലും ചെയ്യാവുന്നതാണ്. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കമ്പ്യൂട്ടർ സെന്ററിൽ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു 80 രൂപയുടെ കേസ് കിട്ടേ ഉള്ളൂ. കാരണം ഞാൻ ചെയ്തിട്ടാണ് വന്നത്, 80 രൂപ ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് തെറ്റൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ സെലക്ഷൻ എന്ന് പറയുന്നത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. അപ്പോൾ മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് നമ്മുടെ എല്ലാവരുടെയും മാർക്ക് നോക്കിയിട്ട് അവരൊരു ഷോർട്ട് ലിസ്റ്റ് ഇടും. അത് നമുക്ക് SMS ആയിട്ടോ അല്ലെങ്കിൽ മെയിലായിട്ടോ വരുന്നതായിരിക്കും. ഒരിക്കലും അവർ വിളിക്കത്തില്ല, മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ മെയിലായിട്ടോ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മാർക്കെല്ലാം നോക്കിയിട്ട് അവരൊരു ഷോർട്ട് ലിസ്റ്റ് ഇടുന്നതായിരിക്കും. അതൊക്കെ പിന്നീടേ വരത്തുള്ളൂ. പിന്നീട് അവർ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ചെല്ലുമ്പോൾ നമ്മൾ എന്തൊക്കെ കയ്യിൽ കരുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മാർക്ക് ഷീറ്റ്, ഐഡന്റിറ്റി പ്രൂഫ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, PWD കാറ്റഗറി ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, ഇനി ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അതിന്റെ പ്രൂഫ്, DOB ആണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ്, കമ്പ്യൂട്ടറിന്റെ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം ആയിട്ട് വേണം നമ്മൾ എന്തായാലും ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് GDS-online.gov.in എന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് നമുക്കിപ്പോൾ ഓൺലൈനിലായിട്ട് ഇങ്ങനെ ഫോണിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കിയാലും നമുക്ക് അതിന്റെ ലിങ്ക് കാണാൻ പറ്റും. അല്ല കമ്പ്യൂട്ടർ സെന്ററിൽ പോയി പറഞ്ഞിട്ട് GDS-ന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും അവർ ചെയ്തു തരുന്നതായിരിക്കും.
തീർച്ചയായിട്ടും അവിടെ പോയി ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. പിന്നീട് നമുക്ക് പോകുമ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെ നമ്മുടെ മൊബൈൽ നമ്പറിൽ ഒരു OTP വരും, അതനുസരിച്ചായിരിക്കും. അതേപോലെ തന്നെ ഇമെയിൽ വെരിഫിക്കേഷൻ. അപ്പോൾ മൊബൈൽ നമ്പറും ഇമെയിലും ഒക്കെ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നീട് ആധാർ വേണം, 10th സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഒരു സ്കാൻ ചെയ്ത ഫോട്ടോ, സിഗ്നേച്ചർ. ഇതെല്ലാമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ നേരത്തെ വേണ്ടുന്ന കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ആയിട്ട് മാത്രം പോയാൽ മതിയായിരിക്കും. പിന്നെ അടുത്തത് പേയ്മെന്റ്. അതായത് നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതിന് 100 രൂപയാണ് വരുന്നത്. അതിൽ PWD കാറ്റഗറി, SC ST എല്ലാ സ്ത്രീകളും, വുമൻസിന് വേണ്ട, അതേപോലെ തന്നെ ട്രാൻസ് വുമൺ, ഈ കാറ്റഗറിയിൽ വരുന്നവർക്കൊന്നും ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എല്ലാവർക്കും രജിസ്ട്രേഷൻ ഫ്രീ ആണ്. ഞാൻ ഈ പറഞ്ഞ 80 രൂപ നിങ്ങൾ ആ കമ്പ്യൂട്ടർ സെന്ററിൽ ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് മാത്രം കൊടുക്കുന്നതാണ്, അല്ലാതെ ഫീ ഒന്നും അല്ലാതെ. നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറിയിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നതെങ്കിൽ അപ്പോൾ അതിന് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കുറേ സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പം നോൺ ക്രിമിലിയർ ആണെങ്കിൽ അങ്ങനെ, SC ST കാരാണെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോമായിട്ട് നമ്മളുടെ ഈ ഒരു രജിസ്ട്രേഷൻ ഫോമിൽ അവർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫോമാറ്റിൽ തന്നെ റെഡിയാക്കി വെക്കാൻ ശ്രമിക്കാം. ഷോർട്ട് ലിസ്റ്റ് ഇടുന്ന അനുസരിച്ചായിരിക്കും പിന്നീട് അവർ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വിളിക്കുന്നത്. ഇതെല്ലാം നമുക്ക് മെസ്സേജിലൂടെ, ഇമെയിലൂടെ അവർ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. പിന്നീട് നമുക്ക് എപ്പോഴും ഒരു ഡിവിഷനിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതായത് ഇപ്പം നിങ്ങൾ കൊല്ലത്താണ് അപ്ലൈ എങ്കിൽ കൊല്ലത്ത് മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരം ഡിവിഷൻ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും എല്ലായിടത്തും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു ഡിവിഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത്, ഇപ്പം കൊല്ലത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളിലെ വേക്കൻസി കാണും. നമ്മൾ അവർക്കിനെ കാണിക്കും, കുറേ ലിസ്റ്റ് കാണിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് വേക്കൻസി അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് ഇങ്ങനെ EWS, OBC അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് അവരിങ്ങനെ വേക്കൻസി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ആ കാറ്റഗറിയിൽ പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റേഞ്ച് അനുസരിച്ച് കൊടുക്കുക. OBCയുടെ കടപ്പുണ്ടെങ്കിൽ നിങ്ങൾ OBC ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ആദ്യം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് ജനറൽ വേക്കൻസിയിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പം ഞാനും ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിട്ടുമോയെന്നൊന്നും അറിഞ്ഞുകൂടാ, എന്നാലും ഒരു 85% കൂടുതൽ മാർക്കുള്ളവർ കൊടുക്കാൻ ശ്രമിക്കുക. ഞാൻ ജെന്യൂൻ ആയിട്ട് പറയുകയാണ്, വെറുതെ നമ്മൾ കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഫുൾ A+ കിട്ടിയിട്ടും കൊടുത്തിട്ടും കിട്ടാത്തവരൊക്കെ ഉണ്ട്. അപ്പം നമ്മളൊരു എല്ലാവരെയും കൊണ്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് ചെയ്യാം. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു 85% കൂടുതൽ അപ്ലൈ ചെയ്യുന്നവർ, അതിൽ കൂടുതൽ അപ്ലൈ ചെയ്യുന്നവരായിരിക്കും നല്ലത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേക്കൻസി അനുസരിച്ചായിരിക്കും. ഫുൾ A+ കിട്ടിയവരുടെ എണ്ണം ഇക്കാലത്ത് കൂടുതലായതുകൊണ്ട് തന്നെ അവരെ എടുത്ത് കഴിഞ്ഞിട്ട് എന്തായാലും ബാക്കിയുള്ള മാർക്കിനുള്ളവരെ എടുക്കത്തുള്ളൂ. അപ്പം ചിലർ ഫുൾ A+ കിട്ടിയിട്ടും ഒരു 5 കൂടുതൽ വർഷമൊക്കെ അപ്ലൈ ചെയ്തവർ കാണും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെയാണ്. എന്തായാലും കൊടുക്കുക, ബാക്കിയൊക്കെ വരുന്നിട്ട് വെച്ച് നോക്കാം. അപ്പം കൊടുക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെയും ടാറ്റാ.